നമസ്കാരം. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ ഞാൻ ഏത് ദേവതയെ ഉപാസിക്കണം എന്നുള്ളതാണ്. ഈ ദേവതാ ഉപാസന എന്ന് പറയുന്നത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്, എല്ലാവർക്കും ഉപാസന ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത്, എല്ലാവർക്കും ഉപാസന ചെയ്യേണ്ട കാര്യവുമില്ല. ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് നമ്മൾ പറയുന്നു. ചിലർ പറയുന്നു നന്നായിട്ട് കർമ്മം ചെയ്താൽ മതി, നല്ല മനസ്സുണ്ടായാൽ മതി എന്ന് പറയുന്നു. ഞാൻ ഈ ഉപാസന വിഷയത്തിൽ, ഉപാസന എന്ന് പറയുന്നത് എപ്പോഴും കൂടിയിരുത്തേണ്ടതാണ്. ഈശ്വര ചിന്ത, എല്ലാം ഈശ്വരനാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമുക്ക് നല്ലതാണ്. സർവം വിഷ്ണുമയം ജഗത്ത് എന്നാണ്. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈശ്വരീയ ചൈതന്യമാണ് സകലത്തിലുമുള്ളത്. അപ്പം എന്തിനേയും നമ്മൾ ഈശ്വരീയമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഗുണകരമായിട്ട് നമുക്ക് തോന്നും. അത് തന്നെയാണ് ഇതിൻ്റെ സത്യം. എന്നാൽ നമുക്ക് ഉപാസന ചെയ്തേ മതിയാവുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ചില ആളുകളുണ്ട്. ഉപാസന ചെയ്യേണ്ട ആളുകൾ, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സമയമുള്ള ആളുകളാവണം, അതിനനുസരിച്ചുള്ള ചിട്ടവട്ടങ്ങൾ പാലിക്കണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഉപാസന നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ പറയുന്ന വിഷയത്തിൽ എല്ലാവരും ഉപാസന ചെയ്യാൻ യോഗ്യരാണോ എന്നുള്ളതാണോ ഒരു ചോദ്യം. ഇവിടെ ജാതിയോ മതമോ ഒന്നും ഉപാസനയ്ക്ക് ഒരു തടസ്സമൊന്നുമല്ല. ദൈവികമായിട്ട് ഉപാസനയ്ക്കതൊന്നും തടസ്സമല്ല. എന്നാൽ ചിട്ടവട്ടങ്ങളെ പാലിക്കേണ്ടതിനായിട്ട് നമ്മൾ ചില നിലവാരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ 1-ാം ക്ലാസ്സിൽ പോകാൻ വേണ്ടി തന്നെ അംഗൻവാടിയിൽ, പ്രീ പ്രൈമറി സ്കൂളിലൊക്കെ പോയി പഠിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ 1-ാം ക്ലാസ്സിൽ പോയി ഇരിക്കാനുള്ള യോഗ്യത. അതുപോലെ പ്രീ ഡിഗ്രി പോയി ഇരിക്കാനുള്ള യോഗ്യത SSLC പാസ്സാവണമെന്ന് പറയുന്നത് പോലെ. കാരണം ആ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഉപകാരമുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് കാര്യമൊന്നും അറിയാതെ വെറുതെ സമയം കളയേണ്ടി വരും. ഒരു കാര്യം ഉണ്ടാവില്ല സത്യത്തിൽ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉപാസന എന്ന് പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ ഇന്നു മുതൽ ഉപാസന ചെയ്തേക്കാം. എങ്ങനെ തൊഴണമെന്നറിയില്ല, എങ്ങനെ നമസ്കരിക്കണം എന്നറിയില്ല, എന്താണ് ധ്യാനം എന്നറിയില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ അറിയണ്ടേ. സ്ട്രക്ചറൊക്കെ അറിഞ്ഞ ശേഷമല്ലേ നമ്മൾ ഒന്നിലേക്ക് പ്രവേശിക്കാം. ഉദാഹരണത്തിന്, നമ്മളൊരു വണ്ടി ഓടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ വണ്ടിയെ ഉപാസിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു രീതി ചിന്തിച്ചോളാം. ഞാൻ കുറേ നാൾ വണ്ടി ഓടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് പലരും ഓടിക്കുന്നത്. എത്ര വേഗത്തിലാണ് ഒരാൾ ഓടിക്കുന്നത്, എത്ര പെട്ടെന്നാണ് അവരിവിടെ നിന്ന് അവിടത്തേക്ക് എത്തുന്നത്. ശരി, നാളെ മുതൽ ഞാനും വണ്ടി ഓടിക്കാം, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം വണ്ടി ഓടിക്കാൻ അറിയാനുണ്ട്. അല്ല, ഞാൻ വണ്ടി ഓടിക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. അത് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിക്കണം, പിന്നെ ആ ഗിയർ മാറ്റണം, അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു നാക്കിനങ്ങ് ചെയ്ത് പോയാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ മതിയെന്ന്? പോരാ, വണ്ടി ഓടിക്കാൻ പഠിച്ചിരിക്കണം, ലൈസൻസ് എടുക്കണം. നമ്മളത് പറഞ്ഞ് മിനിമം അറിവെന്ന് പറഞ്ഞാൽ ലൈസൻസാണ്. ലൈസൻസ് എടുത്താൽ പോലും വണ്ടി ഓടിക്കാൻ പറ്റണമെന്നില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി കൃത്യമായിട്ട് ഓടിച്ച് ഒരു നിലവാരത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റി, എങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം എന്നുള്ളത് ഒരു മിതമായിട്ടുള്ള സ്പീഡിൽ ഓടിച്ച് പഠിച്ച് ക്രമത്തിൽ നമ്മൾ ആ എക്സ്പീരിയൻസ് സിദ്ധി വരുത്തുക, സിദ്ധമാക്കുക എന്ന് പറയും. എക്സ്പീരിയൻസ് അതാണ് സിദ്ധി, അതാണ് മന്ത്രസിദ്ധി എന്ന് പറയുന്നത്. ഉപാസന അത് പഠിച്ചു, അതിൻ്റെ കാര്യവശങ്ങളൊക്കെ പഠിച്ചു. എന്നിട്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ അപകടം വരുന്നുണ്ട്, എതിരെ വരുന്ന ആളെ കൊണ്ടിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? ഉണ്ട്. അപ്പം പിന്നെ വണ്ടി ഓടിക്കുന്നത് ആർക്കും ചെയ്യാമെങ്കിൽ ഉപാസന ആർക്കും ചെയ്യാം, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നന്നായി കാര്യങ്ങളെ അറിഞ്ഞ് വേണം ഉപാസിക്കാൻ. ഏത് ദേവതയെ ഉപാസിക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. ഏത് വണ്ടി ഓടിക്കണം എന്ന് അറിഞ്ഞാൽ മതിയോ? പോരാ. ഏത് ദേവതയെ ഉപാസിക്കണമെന്നും എങ്ങനെ ഉപാസിക്കണമെന്നും എന്തിനു വേണ്ടി ഉപാസിക്കണമെന്നും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലേക്ക് എത്തിച്ചേർന്നാൽ ഉപാസനമൂർത്തി ആരും പറയാതെ തന്നെ നമുക്കറിയാൻ പറ്റും.
ഉപാസനാമൂർത്തിയെ തനിയെ കണ്ടെത്താൻ പറ്റുന്ന ഭാഗത്തിലാണ് നമ്മൾ ഉപാസന ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. ആരും പറഞ്ഞു തന്നിട്ടല്ല അത് ചെയ്യേണ്ടത്. ഉപദേശമൊക്കെ സ്വീകരിക്കാൻ പാടില്ല എന്നല്ലേ. ഉപദേശം സ്വീകരിച്ചാലും ഗുരുനാഥൻ ഉപാസിച്ച മൂർത്തിയെ തന്നെ ശിഷ്യൻ ഉപാസിക്കണമെന്നൊരു നിയമമില്ല. കാരണം ശിഷ്യൻ്റെ ചിന്താഗതിയും ഗുരുനാഥൻ്റെ ചിന്താഗതിയും വേറെ പറയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപാസന എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് വെറുതെ ആരെങ്കിലും യൂട്യൂബിൽ പറഞ്ഞു തന്നാൽ അതുകൊണ്ട് ഞാൻ ഉപാസന നടത്തിയേക്കാം, ചെയ്യരുത്. കാരണം അതിലൊക്കെ പരിമിതികളുണ്ട്, പല ബുദ്ധിമുട്ടുകളുമുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ വരുന്ന അപകടം പോലെ തന്നെ ഇതിനകത്തുമുണ്ട്. അതുകൊണ്ട് ഉപാസനയും വണ്ടി ഓടിക്കലും ഒരുപോലെ എന്ന് ഞാൻ പറഞ്ഞു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. വണ്ടി ഓടിക്കുന്നതിന് പോലും നമ്മൾ ഇത്രയും ശ്രദ്ധ എടുക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ ഉപാസനയ്ക്കും ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത്. കാരണം ഒന്നും അറിയാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഉപാസന എന്ന് പറയുന്നത്. നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതുവരെ നമുക്ക് പലരുടെ ഉപാസനയൊക്കെ സ്വീകരിക്കാം, ഉപദേശമൊക്കെ സ്വീകരിക്കാം. ഉപദേശമൊക്കെ സ്വീകരിച്ച് നമ്മൾ ആ നിലവാരത്തിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഉപാസനയ്ക്കുള്ള ഉപദേശവും കിട്ടും. നിരന്തരമായിട്ട് ഒന്നിൽ തന്നെ നമ്മൾ ഉറച്ചിരുന്നാൽ അത് നമ്മെ തേടി വരും. അത് ഉപാസനാമൂർത്തി നമ്മെ തേടി വരും. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാവരുത് ആർക്കും. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത് കൊണ്ട് നല്ലത് വരട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്ന് വെച്ചിട്ട് ആരെങ്കിലും ഉപാസന ചെയ്യുന്നത് നിർത്തണമെന്നൊന്നുമല്ല. വേറൊരു തരത്തിൽ ഞാൻ പറഞ്ഞത്, ചില ആൾ ലളിതാ സഹസ്രനാമം ജപിക്കുക എന്ന് പറയും. നല്ലതാണ്. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഇങ്ങനെയുള്ള സഹസ്രനാമമൊക്കെ നല്ലതാണ്. സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. നാമാർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. അത് ഉപാസന എന്നുള്ള ക്രമത്തിലല്ല, നിത്യം ജപിച്ചുകൂട. അത് നമ്മുടെ ദേഹഭാവമായിട്ട് അങ്ങ് ഉറച്ച് തീരട്ടെ. നല്ല കാര്യമാണ്. ദേവി മഹാത്മ്യം വായിക്കാം, നല്ലതാണ്. ഇങ്ങനെയുള്ള കുറേ കാവ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വായിക്കുക, നല്ല കാര്യങ്ങളാണ്. അത് ഉപാസനയുടെ മറ്റൊരു ഭാഗമാണ്. ഞാൻ തിരിച്ച് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. യേശുദാസ് ആരെയാണ് ഉപാസിച്ചത് എന്നൊന്ന് ചിന്തിക്കുക. യേശുദാസ് ഏത് ദേവനെയാണ് ഉപാസിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. യേശുദാസ് സംഗീതത്തെയാണ് ഉപാസിച്ചത്. സംഗീതത്തെ ഉപാസിക്കാമോ? പിന്നെ സംഗീത ഉപാസന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സംഗീതത്തെ ഉപാസിക്കാം. എന്താ പ്രത്യക്ഷാവുക? സംഗീതം പ്രത്യക്ഷാവും. സംഗീതം അവർക്ക് പ്രത്യക്ഷാവും. ഭക്തിപൂർവം സംഗീതം, പ്രത്യേക ദേവതയുടെ സംഗീതം തന്നെ ആലപിച്ചാലും ഈശ്വരൻ പ്രത്യക്ഷ. മന്ത്രം ജപിക്കണം എന്ന് നിയമമൊന്നുമില്ല. ത്യാഗരാജസ്വാമി കീർത്തനങ്ങൾ ആലപിച്ച് സാക്ഷാത്കരിച്ചു ഈശ്വരനെ. ചെയ്യാം, തെറ്റില്ല. അപ്പം ഏത് വിഷയങ്ങളില്ല, അപ്പം ഈശ്വരീയമായ വിഷയങ്ങൾ കുറേ ഉണ്ട്. എല്ലാ വിഷയങ്ങളും ഈശ്വരനുണ്ട്. പക്ഷെ അതിൽ നന്മയും തിന്മയുണ്ട്. അപ്പം തിന്മയുടെ ഭാഗം ഈശ്വരീയമല്ല എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. അത് പൈശാചികമാണ്. അതുകൊണ്ട് തന്നെ നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട്, നല്ലത് വരാൻ ആഗ്രഹിച്ചുകൊണ്ട്, നല്ലതിനായിക്കൊണ്ട് നമുക്ക് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഉപാസനകളും, കർമ്മോപാസനയായാലും കർമ്മവുമായി ബന്ധപ്പെട്ട ഉപാസന. ഇപ്പോൾ ജ്യോതിഷം പഠിക്കുന്ന ആൾ എന്തിനെ ഉപാസിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിനെ ഉപാസിക്കണം, ജ്യോതിഷത്തെ ഉപാസിക്കണം. വളരെ ലളിതമാണ്. അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ്. വാക്കിനെ ഉപാസിക്കണം. വാക്കിനെ ഉപാസിക്കാന്ന് പറഞ്ഞാൽ വാക്കിനെ സ്വാംശീകരിക്കണം എന്നുള്ളതാണ് അർത്ഥം. മൗനിയായിരുന്നുകൊണ്ട് ജ്യോതിഷിയാവാൻ പറ്റില്ല എന്നതാണ്. അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല അറിവ് നേടണം. അത് അറിവ് നേടുമ്പോൾ അത് കൂടെ തന്നെ ഇരിക്കും, നമ്മളുടെ ആ ദേവതയും കൂടെ തന്നെ ഇരിക്കും. അതാണ് അതിൻ്റെ സത്യം. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ജാതകത്തിൽ നമ്മളതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഏത് ദേവതയെ പ്രീതിപ്പെടുത്തിയാലാണ് നമുക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് എന്നാണ് ഒരു ചോദ്യം. അപ്പോൾ ആ ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ 9ാം ഭാവാധിപൻ 5ാം ഭാവാധിപനൊക്കെ എടുത്തിട്ട് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ശരി. എന്നാൽ
ചില ദേവതകളെ നമുക്ക് പിന്നെ ഉപാസനാമൂർത്തിയൊന്നും അല്ലെങ്കിൽ പോലും ചില ദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടി വരും പൊതുവെ. കാരണം അതിൻ്റെ ദോഷം ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതിനെ പ്രീതിപ്പെടുത്താനും ജപധ്യാനാദികൾ ചെയ്യുന്നത് നല്ലതാണ്. അത് കണ്ടെത്താൻ കുറച്ച് പാടുണ്ട്. കാരണം പിഴച്ചിരിക്കുന്ന ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക എന്ന് പറയും. അത് എളുപ്പം പറയാൻ അതാണ്. പിഴച്ചിരിക്കുന്ന ഗ്രഹങ്ങൾ 6, 8, 12 ഭാവങ്ങളിലിരിക്കുന്ന ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, അതിൻ്റെ ദശാപഹാര കാലഘട്ടങ്ങൾ വരുമ്പോൾ അതിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയും. അത് നല്ലതാണ്. മറ്റൊന്നാണ് അവയോഗി. അവയോഗിയിൽപ്പെട്ട ദേവതയുടെ പ്രീതി വരുത്തുന്നത് നല്ലതാണ്, കോപം വരുത്താതിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല ഉപാസന ചെയ്യുക, നല്ലതിനെ കൂടി ഇരുത്തുക, നല്ലത് വരും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.